ഈ വർഷം ഈ തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെൻറ്റ് മണ്ഡലം ഇടതുപക്ഷത്തോടൊപ്പമായിരിക്കും. അത് ജനങ്ങൾ ഏകദേശം തീരുമാനിച്ചു കഴിഞ്ഞതാണ്. മാത്രമല്ല, ഈ മണ്ഡലത്തിൻ്റെ വികസനവും ഒരു പ്രശ്നമാണ്. 10-15 വർഷമായിട്ട് ഇവിടെ വടകര മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് പല ഭാഗത്തും ചെല്ലുമ്പോൾ ആളുകളുടെ പരാതി. അപ്പോൾ ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഇടതുപക്ഷം വന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉന്നയിക്കാൻ തയ്യാറാവുന്നതാണ്. കർഷകരുടെയും തീരദേശത്ത് ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് പോയപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ഹാർബറിൻ്റെയൊക്കെ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്നും ശ്രദ്ധിച്ചില്ല. CRZ-മായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങൾ അത് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ടതല്ല, കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൽ ശക്തമായിട്ട് വാദിക്കാൻ, ശബ്ദമുയർത്താൻ തയ്യാറാകും. അത് ഇടതുപക്ഷം തന്നെയാണ് അതിന് യോജിച്ചത് എന്നാണ് ജനങ്ങൾ തീരുമാനിക്കുന്നത്. നിയമസഭയിൽ ഇടതിനൊപ്പം നിൽക്കുന്നതാണ് വടകര, പക്ഷേ ലോക്സഭയിൽ അത് കൈവിട്ട് പോകുന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നു. ടീച്ചർക്ക് എത്രത്തോളം അനുകൂലമായിരുന്നു ഫീൽഡിൽ നിന്ന് കിട്ടിയൊരു പൾസ്? തീർച്ചയായിട്ടും നാട്ടിലേക്ക് ചെല്ലുമ്പോൾ, ഇറങ്ങി ചെല്ലുമ്പോൾ, ഓരോ വോട്ടറുടെ അടുത്തും അതുപോലെ ഗ്രാമത്തിലും എല്ലാം ചെല്ലുമ്പോൾ എന്തായാലും 2019 വോട്ടിംഗ് പാറ്റേൺ അല്ല ഇത്തവണ ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്. നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ കോൺഗ്രസ് എത്രമാത്രം ദുർബലമാണ് എന്ന് വോട്ടിംഗ് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. അവിടെ പ്രധാനമന്ത്രിയാകാൻ പോയിട്ട് നല്ല പ്രതിപക്ഷമാകാൻ പോലും കോൺഗ്രസ്സിന് സാധിച്ചില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി അതിനേക്കാൾ പരുങ്ങലിലാണ്. അപ്പോൾ പിന്നെ കേരളത്തിൽ മാത്രം ഒരു കോൺഗ്രസ് പ്രതിനിധികൾ അവിടെ പോയിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം അവർ കേരളത്തിൻ്റെ ഒരു പ്രശ്നവും അവിടെ കൈകാര്യം ചെയ്തില്ലല്ലോ. 18 പേരും മൗനം പാലിക്കുകയായിരുന്നില്ലേ. അതുകൊണ്ട് ഇത്തവണത്തെ വോട്ടിംഗ് പാറ്റേൺ അങ്ങനെയല്ല. ഇത്തവണ കേരളത്തിൽ നിന്ന് LDFൻ്റെ MP-മാരെ തിരഞ്ഞെടുത്തയക്കണം എന്ന് വലിയൊരു വിഭാഗം ജനങ്ങൾ മാറ്റി ചിന്തിച്ചിട്ടുണ്ട്. അതെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമാണ്. ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഒക്കെ വളരെ വളരെ പോസിറ്റീവായിരുന്നു. ഞാൻ കുറേ കോളേജുകളും ഒക്കെ സന്ദർശിച്ചിരുന്നു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ. അവരെല്ലാം അവരിപ്പോൾ കാണുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിപ്പെട്ട കുട്ടികളാണെന്നൊന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ ആ ചെറുപ്പക്കാരാകെ വളരെ പ്രതീക്ഷയിലാണ്, വളരെ സന്തോഷത്തോടു കൂടിയാണ് സംസാരിച്ചത്, എതിരേറ്റത്. എന്തായാലും ഈ മണ്ഡലത്തിൽ ജയിച്ചാൽ ഈ ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയും കറൻറ്റ് പ്രശ്നങ്ങൾ, ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ, അത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അഭ്യസ്തവിദ്യരായ യുവാക്കൾ എന്ത് ചെയ്യണം? അവർ തൊഴിൽ സംരംഭകർ കൂടിയായി മാറണം. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് ഇപ്പോൾ കേരളം ലക്ഷ്യമിട്ടിട്ടുള്ളത്. അത് പരിഷ്കരിച്ചുകൊണ്ട് കേരളത്തെ ഒരു നോളജ് ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ്. ഞാൻ വടകരയുടെ MP ആയിട്ട് മാറിയാൽ ഈ ചെറുപ്പക്കാരുടെ ആകെ, വിദ്യാർത്ഥികളുടെ ആകെ താല്പര്യത്തിനനുസരിച്ച് എങ്ങനെയാണ് പുതിയ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കുക. ഇപ്പോൾ എനിക്കറിയാം, ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായ സമയത്ത് നല്ലൊരു ടീം വർക്ക് സംഘടിപ്പിച്ചുകൊണ്ട് ക്രൈസിസ് മാനേജ്മെൻറ്റ് നടത്താൻ സാധിച്ചിരുന്നു. എന്നെ ഈ കുട്ടികളുടെ കൂട്ടായ്മയൊക്കെ ചിലപ്പോൾ ചർച്ചക്കൊക്കെ ക്ഷണിക്കാറുണ്ട്. എങ്ങനെയാണ് ക്രൈസിസ് മാനേജ്മെൻറ്റ്? അത് വേറൊരു ക്രൈസിസാണ്, പാൻഡമിക്കിൻ്റെയൊക്കെ ഭാഗമായിട്ട്. എന്നാൽ ഇത് നമുക്ക് കൂട്ടായിട്ട് എന്താ ചെയ്യാൻ സാധിക്കുക? ഈ പുതിയ തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ, അത് കേരളത്തിലും വെളിയിലും എല്ലാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരിങ്ങോട്ട് പറയുന്നുണ്ട്. ടീച്ചർ ജയിച്ചാൽ ഞങ്ങളെല്ലാം വിളിച്ചൊരു ചർച്ച നടത്തണം. ഞാനത് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ തോതിലുള്ള പിന്തുണ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അതെ, ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് വരവ് എന്ന് ചോദിച്ചപ്പോൾ നന്നായിട്ട് വന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. നല്ല ആവേശത്തോടു കൂടിയുള്ള വരവാണെന്ന് തന്നെയാണ് ബൂത്ത് ഏജൻറ്റുമാരൊക്കെ. ഇടതിന് അനുകൂലമാണ്. ശരി.